സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകും. റിയാദ് ക്രിമിനൽ കോടതി 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. 19 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജയിലിലെ നല്ല നടപ്പും പരിഗണിച്ച് അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ജമാൽ, ഈ അബ്ദുൾ റഹീമിന്റെ മോചനം അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ചില നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? തീർച്ചയായും റഹീമിന്റെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം എന്ന നിലപാടിലാണ് റിയാദിലെ നിയമസഹായ സമിതി. കാരണം വർഷങ്ങളായി ഇതിനു വേണ്ടിയുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് റിയാദ് നിയമസഹായ സമിതിയും ലോകത്തെങ്ങുമുള്ള മലയാളികളൊക്കെ നടത്തിയത്. ഏതായാലും ഈ റഹീമിനെ മോചിപ്പിക്കാനുള്ള നേരത്തെ റിയാദ് ക്രിമിനൽ കോടതി 20 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നത്. നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു, അത് റദ്ദാക്കി 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് ഉണ്ടായത് കഴിഞ്ഞ മെയ് 26-നായിരുന്നു. റഹീം ഇപ്പോൾ തന്നെ ഏതാണ്ട് 19 വർഷം ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. 2006 ഡിസംബറിലാണ് റഹീം സൗദി ബാലൻ അനസ് അൽ ഷഹീറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നത്. ഏതായാലും ഈ കോടതി വിധി അനുകൂലമായ ഒരു കോടതി വിധിയാണ് അന്നുണ്ടായത്. പക്ഷേ മോചനം വേഗത്തിൽ സാധ്യമാക്കുന്നതിന് റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകാനാണ് നിയമസഹായ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വിധിയിൽ അപ്പീൽ നൽകാൻ 1 മാസത്തെ സമയപരിധി നേരത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. ഈ കേസിൽ അപ്പീൽ നൽകേണ്ടതില്ല എന്നാണ് അബ്ദുൾ റഹീം ഇന്ത്യൻ എംബസിയും തങ്ങളുടെ അഭിഭാഷകരെയും അറിയിച്ചത്. അപ്പീൽ നൽകുകയാണെങ്കിൽ അത് കേസിന്റെ ദൈർഘ്യം കൂടും, മാത്രവുമല്ല ജയിൽ മോചനം നീളുകയായിരിക്കും അതിന്റെ ഫലം എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകാതെ ദയാഹർജി നൽകി റഹീമിനെ മോചിപ്പിക്കാൻ എത്രയും വേഗം പുറത്തു കൊണ്ടുവരാനുള്ള നടപടികളാണ് റിയാദ് നിയമസഹായ സമിതി റഹീമിനെ സഹായിക്കാനുള്ള നിയമസഹായ സമിതി നൽകുന്നത്. നേരത്തെ അപ്പീൽ നൽകാനുള്ള നടപടിക്രമങ്ങൾ റഹീമിന്റെ അഭിഭാഷകരായ ഡോക്ടർ റന്ന അബ്ദുൽ അസീസ്, ഒസാമ അൽ അൻവർ എന്നിവർ പൂർത്തിയാക്കിയത്. പക്ഷേ ഇനി അപ്പീൽ നൽകേണ്ട, പകരം ദയാഹർജി നൽകി എത്രയും വേഗം മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനുള്ള നിയമ നടപടികൾ സൂക്ഷ്മമായി വിലയിരുത്തി തന്നെ ആവശ്യമായ നീക്കങ്ങൾ നടത്തും എന്നാണ് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. ശരി ജമാല, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് ദയാഹർജി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. റിയാദ് ക്രിമിനൽ കോടതി 20 വർഷത്തെ ജയിൽ ശിക്ഷയായിരുന്നു അബ്ദുൾ റഹീമിനെ വിധിച്ചത്. വിവരങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്.